വല്ലാത്ത ഷോക്കായിപ്പോയി. പേഴ്സണലി സുരേഷിന് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനൊരു അവസാനം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓർക്കുമ്പോ വല്ലാത്ത വിഷമം. പോലീസ് ഇവിടെ വന്നിരുന്നോ? 2-3 പ്രാവശ്യം വന്നു. മാറി മാറി എല്ലാരെയും ക്വസ്റ്റ്യൻ ചെയ്തു. രോഗിയാണെന്നുള്ള കൺസിഡറേഷൻ പോലും ഇല്ലാതെയാണ് അച്ഛനെ അവർ ചോദ്യം ചെയ്തത്. പോലീസല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അവരൊരു രീതി. ഇപ്പൊ അച്ഛൻ എങ്ങനെ ഉണ്ട്? കൂടുതലും ഇല്ല, കുറവുമില്ല, അങ്ങനെ ഇരിക്കുന്നു. ചേച്ചി എവിടെ പോയി? ബാങ്കിൽ പോയതാ, ഇപ്പൊ വരും. ഓ, എങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, പിന്നെ വരാം. ആ എക്സ്ക്യൂസ് മീ. യു സീംസ് ടു ബി റെസ്റ്റ്ലെസ്. എന്താ കാര്യം? ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. മാലിന്യം ഉപയോഗിക്കുന്നത് 118 കാറാണോ? അതെ, എന്താ കാര്യം? സംശയമല്ലാത്ത അസുഖമാണ്. പ്രത്യേകിച്ച് സ്നേഹമുള്ളവരെ കുറിച്ചാകുമ്പോൾ ഞാൻ വല്ലാതെ റെസ്റ്റ്ലെസ് ആവും. ദാറ്റ്സ് മൈ നേച്ചർ. തുറന്നു ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. സുരേഷ് കൊല്ലപ്പെട്ട ദിവസം രാത്രി ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അവനെ കാണാൻ. പക്ഷേ കണ്ടത് അവൻ്റെ ഡെഡ് ബോഡിയാണ്. വീടിൻ്റെ കോമ്പൗണ്ടിൽ ഞാൻ കയറുന്നതിന് മുമ്പ് അവിടെ നിന്നൊരു വെള്ള 118 കാർ അതിവേഗത്തിൽ ഓടിച്ചു പോകുന്നത് കണ്ടു. ഓടിച്ചിരുന്ന ആരാണെന്ന് വ്യക്തമായില്ല. മാലിനി ആ സമയത്ത് അവിടെ പോയിരുന്നു. What nonsense are you talking? അല്ല, ഐ വാസ് ജസ്റ്റ് ക്ലിയറിംഗ് എ ഡൗട്ട്. പോയിരുന്നോ? ഞാൻ എങ്ങനെ എന്റെ കാറിൽ പോകും? 4-5 ദിവസമായിട്ട് അത് വർക്ക്ഷോപ്പിലാ. ഡോക്ടർ മോഹന വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് നോക്കൂ. എനിക്കാരോടും സംശയം ചോദിക്കേണ്ട കാര്യമില്ല. ഞാനൊരു സംശയം തീർത്തെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം. ഇത് രക്തം തന്നെയാണോ അതോ മറ്റു വല്ലതുമാണോ എന്നറിയണം. വഴിയില്ലേ? ഷുവർ, ഉടനെ വേണം. വേണം. ഒരു അരമണിക്കൂർ എടുക്കും. സാറല്ലേ ഞാൻ പറ്റിയ? ഹലോ ഡോക്ടർ. ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? അന്ന് മേനോന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. ഓ മിസ്റ്റർ ഹരിഹരൻ. സെയിം. ഡോക്ടർ എന്താ ഇവിടെ? നല്ല ചോദ്യം. ദിസ് ഇസ് മൈ ക്ലിനിക്. ഓഹോ, ഹരൻ എന്താ ഇവിടെ? എനിക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. റിസൾട്ട് കിട്ടിയേ? ഇല്ല, അരമണിക്കൂർ എടുക്കുന്നു. ദെൻ കമോൺ, എന്റെ മുറിയിലിരിക്കാം. ഓക്കെ. വാ. കുറേ നാളായി മിസ്റ്റർ ശങ്കരമേനോന്റെ ഫാമിലി ഡോക്ടറാണ് ഞാൻ. അവിടുത്തെ എല്ലാ കാര്യവും ഒരംഗത്തെ പോലെ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. വളരെ കാഷ്വലായിട്ടാ നിങ്ങളെ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. നിങ്ങൾ പലപ്പോഴും അവിടെ വരാറുണ്ട്, പോകാറുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. മാലിന്യോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. ലതയോട് ചോദിച്ചപ്പോൾ പറയാൻ എന്തോ വിഷമമുള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചുമില്ല. ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും എന്ന് ഞാനും കരുതി. വൈ ആർ യു സോ ടെൻസ്? വല്ല സീരിയസ് ടെസ്റ്റ് വേണം? ഹേയ്, ഇത് രക്തമൊന്നുമല്ല സാർ, വേറെന്തോ ആണ്. ടൊമാറ്റോ സോസ് മറ്റാണെന്ന് തോന്നുന്നു. ആർ യു ഷുവർ? തീർച്ചയായിട്ടും. സാറ് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തോളൂ. എക്സ്ക്യൂസ് മീ. ഇത് മാലിന്യയുടേതല്ലേ? അല്ലേ? ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി? കൊള്ളാം. ഞാൻ ആ വീട്ടിൽ ദിവസവും പോകുന്നതല്ലേ അച്ഛനെ. എന്തിനാ ഈ ടെസ്റ്റ്? എന്താ കാര്യം? ആ പറയണ സാർ, ഞാൻ കൂടെ അറിയട്ടെ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പൊ അതിനുള്ള സമയമില്ല. തൽക്കാലം ഒന്ന് മാത്രം പറയാം. ഒരു സംശയ നിവൃത്തിക്ക് വേണ്ടേ ഞാനിത് ചെയ്തത്. ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി. ഓ, വരട്ടെ. ആ ശരി. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ ഒരു ആശ്വാസം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, സംശയം ഒരു അസുഖം തന്നെയാ, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ളവർക്ക്. എന്നെ ഡോക്ടർ വിളിച്ചിരുന്നു. അറിയാം, ഡോക്ടറെല്ലാം പറഞ്ഞാണോ അല്ലേ?
സത്യത്തിൽ അവിടെ ചെന്നതിന് ശേഷമാണ് ഡോക്ടർ മോഹന്റെ ക്ലിനിക്കാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടായിരിക്കാം ഇതും കൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നത്. നെവർ. അല്ലെങ്കിലും വരും. മാലിനിക്ക് അറിയോ, ഡ്രസ്സും കൊണ്ട് ഞാൻ ബൈക്കിൽ പോകുമ്പോ എന്റെ മനസ്സ് പ്രാർത്ഥിക്കുകയായിരുന്നു, രക്തമായിരിക്കരുത് എന്ന്. ആണെങ്കിൽ ഏതായാലും അല്ലല്ലോ. സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അടുത്തൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ? കാറിന്റെ കാര്യം ചോദിച്ചത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാ. പിന്നെ ഇതും കൂടെ ചോദിക്കുന്നതിനല്ലേ ഒരു ലിമിറ്റ്. അമ്മയാണല്ലേ? ഈ മറു ഇടതുവശത്തുള്ളവർക്ക് ആയുസ് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. പേടിക്കണ്ട, മാലിനിക്ക് ധാരാളം ആയുസുണ്ട്. മുഖത്ത് മറുകയില്ല. ഞാൻ മറ്റേ ആ ഒരു മിനിറ്റ്, ചേച്ചിയുടെ കാര്യം ഞാനായിട്ട് ഇനി ചോദിക്കില്ല കേട്ടോ. ശരി. ആ മതിലിപ്പോ ഇഴിഞ്ഞു വീഴുമല്ലോ. കണ്ടിട്ടൊരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോ. ഇന്ന് രാത്രി വീട്ടിൽ കയറാനുള്ള പരിപാടി ഉണ്ടോ? मेरा नाम कुंजू सिंह है, मेरा बाप का नाम कब्बर सिंह है, मेरा माँ का नाम नीतू सिंह है. समझे? പോടാ പന്നക്കടുള്ള. സാറേ പോക്കറ്റ് തരം പറയരുത്. തന്നെ ഏത് സാർ അയച്ചത് എന്നെ ഫോളോ ചെയ്യാൻ? സാറോ? ഏത് സാർ? ഞാൻ പോലീസ് അല്ലല്ലോ. ഞാൻ പറഞ്ഞോ താൻ പോലീസാണെന്ന്? നേര് പറ, ഏത് സാർ അയച്ചത്? സത്യമായിട്ടും പീറ്റർ സാറിൽ എന്നെ അയച്ചത്. പീറ്ററാണ് തന്നെ അയച്ചതെന്ന് ഞാൻ പറഞ്ഞോ? എന്തിനാ തന്നെ അയച്ചത്? സാറിനെ വാച്ച് ചെയ്യാനൊന്നല്ല എന്നെ അയച്ചത്. പിന്നെ എന്തിനാ മൂത്രം ഒഴിച്ചാൽ മതിൽ മറിക്കാനോ? അതിപ്പോ ഈയോടെ നാണം കണ്ടില്ലേ? എന്നാ വല്ലപ്പോഴും പ്രയോജനപ്പെടും കേട്ടോ. സുരേഷ് കൊല്ലപ്പെട്ടതിന് തലേദിവസം രാത്രി ഇവർ സുരേഷുമായി വഴക്കുകൂടിയിരുന്നു. ആ ബാറിലെ ജോലിക്കാരനായ ഇയാൾ ദൃക്സാക്ഷിയാണ്. നിസാര വാക്ക് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കയ്യാങ്കളിയിലാണ് അവസാനിച്ചത്. വീണ്ടും കാണാമെന്ന ഭീഷണി മുഴക്കിയിട്ടാണ് ഇരുകൂട്ടരും പിരിഞ്ഞത്. അവരെ കൊണ്ടേക്കോളൂ സാർ. കൊല്ലപ്പെട്ട സുരേഷിന്റെ ജീവിതം ആകെ കുത്തഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ട്. മുമ്പ് കാണുന്ന കൊലപാതകങ്ങൾ ഇതുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. കാരണം 2 കൊലപാതകങ്ങളും നടന്നത് .38 റിവോൾവർ കൊണ്ടാണ്. ചിലപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആവാം. ആ കേസിന് വ്യക്തമായ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ആരെയും ഇതുവരെ എന്റെ അമ്മോ, വില്ലനാരാന്ന് ഞാൻ നോക്കിപ്പോ 23 നോക്കാൻ പറ്റേ. ഞാൻ ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ വായിലെ വെള്ളം പറ്റിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാറ് പൂമ്പാറ്റം വായിച്ചോണ്ടിരിക്കുകയാണ്. അതങ്ങൾ തന്നെ. താനിപ്പോ എന്താ പറഞ്ഞേ? അയ്യോ, ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇവിടെ പോയി. നമുക്ക് ഒന്നേം തുടങ്ങാം. ഇവിടെ അടുത്ത നഴ്സറി ഉണ്ട്. നല്ല പൂക്കളൊക്കെ കിട്ടും. പൂക്കൾ മാത്രമല്ല, നെല്ലിക്കയും കിട്ടും. നെല്ലിക്ക എന്തിനാണ്? തളം വെക്കാൻ. അയാളിപ്പോ എന്താ പറഞ്ഞേ? തളം വെക്കാൻ. പീറ്റർ സാർ ഇടയ്ക്കിടയ്ക്ക് എന്നോടും പറയാറുണ്ട്. അയ്യോ പൂമ്പാറ്റ. സാറേ, ഈ പൂമ്പാറ്റ വായിച്ചിട്ട് എനിക്കും തരണേ. താൻ എന്തോട് വിചാരിച്ചത്? പീറ്റർ സാർ പറഞ്ഞത് ശരിയാ. തന്റെ തലയിൽ നെല്ലിക്കത്തം തന്നെ വെക്കണം. പോണോ? ഇങ്ങനെ ഡ്യൂട്ടി ഫസ്റ്റ് ഇല്ലാത്തവരെ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയാ എങ്ങനെ ഞാനിത് കൊണ്ടുവെടുക്കുക? അടുത്തടുത്ത് 2 കൊലപാതകങ്ങൾ ഇവിടെ നടന്നു. ഒന്ന് നീ അന്വേഷിച്ച് നടന്നിരുന്ന പെണ്ണ്, മറ്റൊന്ന് നീ ഈയിടെ പലപ്പോഴും പോകാറുള്ള ശങ്കരമേനോന്റെ വീടുമായി ബന്ധപ്പെട്ട ഒരാൾ. വ്യക്തമായ തെളിവൊന്നും കിട്ടാതെ എന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് ഹരി. പ്ലീസ് ഹെൽപ്പ് മീ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആരാ പെണ്ണിനെ നിന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്? ആരാ നിന്റെ അജ്ഞാതനായ ക്ലയന്റ്? ഉത്തരം നിന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അയാൾ ഇപ്പോഴും അജ്ഞാതനാണ്. ഹി സ്റ്റിൽ അനോൺ ടു മീ. ശങ്കരമേനോന്റെ വീടുമായി നിനക്കെന്താ ബന്ധം? നീ എന്തിനാ അവിടെ പോകുന്നത്? എന്താ എനിക്ക് അവിടെ പോയിക്കൂടെ? ആ പ്രദേശത്ത് വല്ല 144 നിരോധനാജ്ഞയോ വല്ലതും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിന്റെ തമാശ എൻജോയ് ചെയ്യാവുന്ന മൂഡിലല്ല ഞാനിപ്പോ. പ്ലീസ് ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. നീ എന്തിനാ വീട്ടിൽ പോയത്? ആര് പറഞ്ഞ ഞാനവിടെ പോരണ്ടെന്ന്? നീ കണ്ടോ? എനിക്കറിയാം. ആ പഞ്ചാബി പറഞ്ഞു കാണും. എന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ നീ ഒരുത്തനെ അയച്ചിരുന്നില്ലേ? അയാൾ പറഞ്ഞു കാണും. എവിടെ നീട്ടിയാടാ ഇമാതിരി കോമാളികളെ? കൊള്ളാവുന്ന ആരുമില്ലേ ഡിപ്പാർട്ട്മെന്റിൽ? ഹരി, നീ അവിടെ പോകാറുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. പോകാറുണ്ട്. ശങ്കരമേനോന്റെ വീട്ടിൽ മാത്രമല്ല, പല മേനോന്മാരുടെ വീട്ടിലും പോകാറുണ്ട്. അവിടെയൊക്കെ എന്തിനു പോയി, ആരെ കാണാൻ പോയി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് ചങ്ങാതി. പറയേണ്ടി വരും. എന്നാ പറയടാ. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. യു ആർ വെൽക്കം. അറസ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ അകത്ത് വെക്കാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ. ഈ പെണ്ണിനെ കുറിച്ച് നിന്റെ അടുത്ത് വന്ന് അന്വേഷിച്ചത് ഞാനാ, നീയല്ല. ഇനിയിപ്പോ ഞാൻ ഈ പെണ്ണിനെ തേടി വന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അതങ്ങ് ചെയ്താൽ മതി. പറ്റിയില്ലെങ്കിൽ കെട്ടുകണക്കിന് കേസുകൾ തെളിയിക്കാതെ കിടപ്പില്ലേ? ആ കൂട്ടത്തിൽ ഇതും പെടുത്തിക്കോ. അല്ലാതെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വരട്ടാതെ
ഹലോ, ശങ്കരമേനോൻ മരിച്ചു എപ്പോ? രാവിലെ. ഇന്നലെ രാത്രി 12 മണി വരെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേ ചെറുതായിട്ട് പെയിനും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പെയിൻ പെട്ടെന്ന് കൂടി. വിവരം അറിഞ്ഞ് ഞാൻ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. എനിക്ക് ഹരിയെ പേഴ്സണലായിട്ടൊന്ന് കാണണം. കാണാമല്ലോ. തിരക്കില്ല, സൗകര്യമായിട്ടൊരു ദിവസം ക്ലിനിക്കിൽ വന്നാൽ മതി. ഓക്കെ. പറയടാ സത്യം. ഹരി എന്തിനാ ശങ്കരമേനോന്റെ വീട്ടിൽ പോകുന്നത്? എനിക്ക് അറിഞ്ഞൂടാ സാർ. നീ പറയില്ല. തല്ലുന്നേ കൊല്ലുന്നേ, ഞാൻ കഷായം കുടിച്ചോണ്ടിരിക്കണേ. കരയുന്നോ? അവനെ അടിച്ചാ നിനക്കാണോടി നോവുന്നത്? Shut up. നീ പറയില്ലല്ലേ? പറയടാ. മിണ്ടിപ്പോയോ? എന്താടോ? ഇവരെ അങ്ങോട്ട് അയക്കാൻ വിശ്വപ്പൻ സാർ പറഞ്ഞു. പോടാന്ന്. ഹലോ, അതെ, എന്താ? ഗസ്റ്റ് ഹൗസിലേക്കോ? 2 വിസ അയക്കണമെന്നോ? വിടാ. ആ കൊശവൻ CI നിങ്ങൾ ഉപദ്രവിച്ചോ? ഒരുപാട് ഉപദ്രവിച്ചു സാർ. ഉപദ്രവിച്ചോ മോളെ? ചെറുതായിട്ട് ഇങ്ങനെ ഇത്തിരി തൊലി വെളുപ്പും സൗന്ദര്യം ഉണ്ടെന്ന് വിചാരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഷൈൻ ചെയ്യാൻ ഒക്കില്ല. ചതിച്ചോ? അയാള് വെറും ഒരു കഴുതയാ. വെറും തടി മാത്രമേ ഉള്ളൂ, പൊണ്ണത്തടി. അയാളെ തലയിൽ മുഴുവൻ പിണ്ണാക്ക. ഈ പിണ്ണാക്കിനും വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ മാർക്കറ്റിൽ എന്താ വില? അതുകൊണ്ട് ഞാൻ ഇപ്പൊ പശുക്കൾക്ക് കൊടുക്കുന്നത് പരുത്തിക്കുര. പരുത്തിക്കുര നല്ലതല്ലേ? അപ്പൊ നിങ്ങൾ പോയിക്കോ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വിളിപ്പിക്കാം. മോള് വന്നോളട്ടോ. പോടാ. സൂക്ഷിച്ചു നോക്കണ്ട. നിങ്ങളുടെ തലയിൽ പിണ്ണാക്കാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഇൻവെസ്റ്റിഗേഷന്റെ വേറൊരു മെത്തേഡാണ്. അത് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണ്. ഓക്കെ? ശരി സാർ. ഞാൻ ഇപ്പൊ എന്താ ചെയ്യേ? എന്ത് കാര്യത്തിനാ ഞാൻ ആ പോലീസുകാരെ തല്ലുകൊള്ളുന്നത്? മഹാഭാവി ഇടിച്ച ഓരോ ഇടിക്കും ഞാൻ നക്ഷത്രം എണ്ണിപ്പോയി. എല്ലാം തുറന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. സത്യമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൈ ഓങ്ങുന്നതിന് മുമ്പ് കാലേ വീണ് ഞാൻ ചോദിച്ചതിനും ചോദിക്കാത്തതിനും ഒക്കെ കയറി സമ്മതിക്കും. ഞാൻ എന്തിനാ കണ്ട പെണ്ണുങ്ങെ കൊണ്ട് തല്ലുകൊള്ളുന്നത്? നീയാണ് ഇതിനൊക്കെ മൂല കാരണം. ഞാൻ കാല് പിടിച്ച് പറഞ്ഞാണ് ഈ പുലുവായിലൊന്നും പോയി ചാടണ്ടെന്ന്. അന്ന് ആര് വിചാരിച്ചു ഈ പോലീസുകാർ എന്നെ കൊണ്ടുപോയി തേരാപ്പാരാ തല്ലുവെന്ന്? അതുകൊണ്ട് ഇനി ഏതായാലും ഒന്നും ഒളിക്കുന്ന പ്രശ്നമില്ല. നീ പറയോ? ഞാൻ പറയും. നീ പറയോടാ. ഞാൻ പറയും എന്നും പറയും. അയ്യോ, ഇതെന്തൊരു പരീക്ഷണമാണ്. പറഞ്ഞില്ലെങ്കിൽ അവിടെ തല്ല്, പറഞ്ഞ ഇവിടെ തല്ല്. ഞാനെന്താ മദ്ദളമോ? ഐ എം സോറി. ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഇതെന്താ വല്ല കോംപ്ലിമെന്റ്സ് ആണോ? അതിൽ 6 എന്ന പേജ് നോക്കിയേ. ഇതിലെന്താ ഉള്ളത്? അതിലെ ലാസ്റ്റ് ബട്ട് 1. ആ പേരെന്ന് വായിച്ചേ. രാജി 73741. ഏതായി രാജി? നിങ്ങൾ അന്വേഷിച്ച് നടന്നില്ലേ? ആ രാജി തന്നെ. ഞാൻ അന്വേഷിച്ച് നടന്ന രാജിയോ? എനിക്കെല്ലാം അറിയാം മിസ്റ്റർ ഹരിഹരൻ. ലത മാലിനിയോട് പറഞ്ഞു, മാലിനി എന്നോട് പറഞ്ഞു. മിസ്റ്റർ ഹരിഹരൻ പേടിക്കണ്ട. എന്നിൽ കൂടി ഇത് പുറത്തൊരാളും അറിയില്ല. എനിക്കെന്ത് പേടി? ഒരാളോടും പറയുന്നത് ലത എന്നോട് പറഞ്ഞത്. അവർ തന്നെ പറഞ്ഞിരുന്ന പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അതുപോട്ടെ, ഈ ഡയറിക്ക് ഇപ്പോഴത്തെ ഇവിടത്തെ പ്രസക്തി എന്താ? മിസ്റ്റർ സുരേഷിന്റെ പോക്കറ്റ് ടെലിഫോൺ ബുക്കാണത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. രാജിയും സുരേഷും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിപ്പോ എന്നെ ഏൽപ്പിക്കാൻ എന്താ കാരണം? മേനോന്റെ വീട്ടിൽ വെച്ച് സുരേഷ് മറന്നുപോയതാണിത്. അതിൽ ആ പേജ് കണ്ടുപിടിച്ചതും എന്നെ ഏൽപ്പിച്ചതും മാലിന്യാണ്. അതിന്റെ ആ ഫ്ലാപ്പിനകത്ത് നോക്കിയേ.
കണ്ടിട്ട് ഏതോ ബാങ്ക് ലോക്കറിന്റെ കീ ആണെന്ന് തോന്നുന്നു. അതോ അവന്റെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഡ്രോയറിന്റെ ആണോ? ദാറ്റ് ഈസ് ടു ബി ചെക്ക്ഡ് ആൻഡ് വെരിഫൈഡ്. പോലീസിനെ ഏൽപ്പിക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെ തോന്നി നിങ്ങളോടൊന്ന് ആലോചിച്ചിട്ട് മതിയെന്ന്. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ്. അല്ല, പോലീസിനെ ഏൽപ്പിക്കണമെങ്കിൽ ഏൽപ്പിക്കാം. ദാറ്റ് ഈസ് ലെഫ്റ്റ് യു.